മോഡലിംഗ് രംഗത്ത് സജീവമായി നിൽക്കുന്ന ആളാണ് നിള നമ്പ്യാർ. പലപ്പോഴും ഹോട്ട് ഫോട്ടോഷൂട്ട് നടത്തിയതിന്റെ പേരിലാണ് നിള ശ്രദ്ധേയായത്. ന്യൂഡ് ഫോട്ടോസ് എടുത്തും മറ്റും തരംഗമായി മാറിയെങ്കിലും താൻ ഈ മേഖലയിലേക്ക് എത്തിപ്പെട്ടതിനെ പറ്റി പറയുകയാണ് നിളയിപ്പോൾ. ഗ്ലാമർ വേഷം ധരിച്ചതിന്റെ പേരിൽ മതത്തിൽ നിന്നും എന്നെ പുറത്താക്കിയപ്പോഴാണ് ഞാൻ ഈ മേഖലയിലേക്ക് എത്തിപ്പെടുന്നത്. വീട്ടുകാരും നാട്ടുകാരും ഒറ്റപ്പെടുത്തിയതോടെ ആത്മഹത്യ വരെ ചെയ്താലോ എന്ന ചിന്തയിലായിരുന്നു ഞാനെന്ന് കൗമുദി ന്യൂസിന് കൊടുത്ത അഭിമുഖത്തിലൂടെ നിള വ്യക്തമാക്കുന്നുണ്ട്. നീ ഒരു വേശ്യയല്ലേ എന്ന ചോദ്യം ഇതുവരെ ആരിൽ നിന്നും കേൾക്കേണ്ടി വന്നിട്ടില്ല. മെസ്സേജ് അയച്ചു പോലും ആളുകൾ ചോദിച്ചിട്ടില്ല. എല്ലാവർക്കും വിവരം വെച്ചു. ഇതും ഒരു പ്രൊഫഷനാണെന്ന് ആളുകൾ മനസ്സിലാക്കി തുടങ്ങി. മാത്രമല്ല, ഞാൻ ആർക്കും റിപ്ലൈ കൊടുക്കാത്തതുകൊണ്ട് ചേച്ചിയെ കിട്ടത്തില്ലെന്ന് ഇൻസ്റ്റാഗ്രാമിൽ ചിലർ പറയുകയുണ്ടായി. സിനിമയിൽ നല്ലൊരു അവസരം കിട്ടിയാൽ അഭിനയിക്കുമെന്നേ ഉള്ളൂ. അതുവരെ ഈ ഒരു മേഖലയിൽ നിന്ന് മാറാൻ താൻ ഉദ്ദേശിക്കുന്നില്ല. ഇടയ്ക്ക് ഞാനും ഭർത്താവും കൂടെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഇളയ മകൻ വന്ന് അമ്മയെന്ന് വിളിച്ചപ്പോൾ ആ തീരുമാനത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഇട്ടതിന് ശേഷമാണ് നാട്ടിൽ പോകാൻ പോലും പറ്റാതെ വന്നത്. ഉള്ള ജോലി കൊണ്ട് ജീവിക്കാൻ പറ്റില്ലെന്ന അവസ്ഥയുമായി. ആ സമയത്ത് വീട്ടിൽ വിളിച്ചാൽ ഭർത്താവിന്റെ ഉമ്മ ഫോൺ എടുക്കും. എന്റെ ഉമ്മയും ഉപ്പയും ഫോൺ ബ്ലോക്കാക്കി. എല്ലാം നിർത്തി ഇനി നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചപ്പോഴാണ് ഫോൺ വിളിച്ചത്. പക്ഷെ ഫോൺ എടുക്കാതെ വന്നു. ഇതോടെ ഞാനും ഭർത്താവും ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ ഇനി മതി, നിർത്തിയിട്ട് അങ്ങ് മരിച്ചാലോ, പിള്ളേരെ ഇഷ്ടമുള്ളതുകൊണ്ട് അവർ നോക്കിക്കൊള്ളും എന്ന് വിചാരിച്ചു. നിനക്കെന്ത് പറ്റി, ധൈര്യമൊക്കെ ചോർന്നു പോയോ എന്നാണ് ആദ്യം പുള്ളി ചോദിച്ചത്. ധൈര്യമില്ലാത്ത കൊണ്ടല്ല, അതാവും നല്ലതെന്ന് തോന്നിയെന്ന് ഞാനും പറഞ്ഞു. മരിക്കാമെന്ന് എന്റെ തീരുമാനമായിരുന്നു. ആദ്യമൊക്കെ ഓരോരുത്തർ ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത കേൾക്കുമ്പോൾ ഇങ്ങനെ മണ്ടത്തരം ആരെങ്കിലും കാണിക്കുമോ എന്ന് ചിന്തിച്ചു. പക്ഷെ സ്വന്തം ജീവിതം വന്നപ്പോഴാണ് മരിക്കാൻ വളരെ എളുപ്പമാണെന്നും ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്നും മനസ്സിലാവുന്നത്. ഞങ്ങൾ മരിച്ചത് എല്ലാവരും അറിയണമല്ലോ എന്ന് വിചാരിച്ച് വാതിൽ തുറന്നിട്ടു. പിള്ളേർ ഉറങ്ങിയെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇളയ മകൻ വന്ന് വിളിച്ചു. ഇതോടെ ശരിക്കും ധൈര്യം കിട്ടിയതുപോലെയായി. അന്ന് മരിച്ചിരുന്നെങ്കിൽ ഇവൾ സിനിമയിൽ അഭിനയിക്കാൻ പോയി ഈ ഗതിയിലായി എന്നൊക്കെ ആളുകൾ പറയുകയുള്ളൂ. എങ്കിൽ പിന്നെ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ഈ മേഖലയിൽ സജീവമായതെന്ന് നിള പറയുന്നു.